ഇപ്പോൾ വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇപ്പോൾ കൈമാറുകയാണ്. രാവിലെ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് കുടുംബത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു ഭാഗത്ത് ഈ നരഭോജിക്കടുവയെ കണ്ടെത്താനുള്ള ശ്രമം വനംവകുപ്പ് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള സംവിധാനങ്ങൾ അവിടെ കൂടുതലായി ഒരുക്കുകയാണ്. അതിനിടയിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്. റിജിത്ത്, രാധയുടെ മൃതദേഹം ആംബുലൻസിനകത്തേക്ക് മാറ്റിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയായതാണ്. മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി. അല്പസമയത്തിനകം തന്നെ 8 കിലോമീറ്റർ ദൂരമാണ് ഈ പ്രദേശത്തേക്ക്, പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ളത്. വേഗത്തിൽ തന്നെ അവിടേക്ക് കൊണ്ടുപോയി പൊതുദർശനം വീട്ടിലാണ് നടക്കുക. പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതാണ്. ആംബുലൻസിൽ മൃതദേഹം ഇപ്പോൾ കയറ്റിക്കഴിഞ്ഞു. അടുത്ത ബന്ധുക്കളാണ് ആംബുലൻസിലുള്ളത്. മുൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ബന്ധുവാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഈ ആംബുലൻസിനകത്തുണ്ട്. ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. ADM ദേവകി സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ ASP ആയിട്ടുള്ള ഗോയലുണ്ട്. ഒപ്പം അഡീഷണൽ SP ആയിട്ടുള്ള സജീവ് ഉണ്ട്. ഒപ്പം അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വൻ സന്നാഹം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് നീങ്ങി തുടങ്ങി. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ആംബുലൻസ് പുറപ്പെടുന്നു. ആ പുറപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൃതദേഹം നേരെ വീട്ടിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. മറ്റ് എവിടെയും പൊതുദർശനമില്ല. പൊതുദർശനം വീട്ടിൽ തന്നെയാണുള്ളത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വീട്ടിൽ തന്നെയാണ്. എന്തായാലും ആംബുലൻസും ഒപ്പം തന്നെ പോലീസിൻ്റെ വാഹന വ്യൂഹവും ഇവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു. നേരെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. വേഗത്തിൽ തന്നെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ആകും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. 8 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. 8 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും. വാഹന വ്യൂഹം പുറപ്പെട്ടു കഴിഞ്ഞു. കനത്ത പോലീസ് സന്നാഹം ഈ ആംബുലൻസിനെ ഉൾപ്പെടെ ഇതിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹമുണ്ട്. എന്തായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന്. അതിനുശേഷം സംസ്കാര ചടങ്ങുകളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. 11:00 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചേരും. എന്തായാലും നാടിനെ വല്ലാതെ നടുക്കിയ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. രാധയ്ക്ക് നേരെ കടുവയുടെ ആക്രമണവും തുടർന്നുണ്ടായ അതിദാരുണമായ മരണവും, അതായത് ഈ വാഗേരിയിൽ പ്രജീഷിനെ കടുവ പിടിച്ച് 1 വർഷം പിന്നിട്ട സന്ദർഭം കൂടിയാണ്. ഇതിനിടയിലാണ് വീണ്ടും വയനാട്ടിൽ മറ്റൊരു കടുവ ആക്രമണ മരണം കൂടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു അമർഷവും പ്രതിഷേധവും എല്ലാം തന്നെ രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒപ്പം തന്നെ വനംവകുപ്പിന്റെ വിവരങ്ങൾ നൽകുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ സ്ത്രീ രാധ എന്ന സ്ത്രീയാണ് കടുവ ആക്രമിച്ച് കൊന്നത്. അവരുടെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പം സമയം അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ കടുവ ആക്രമണത്തിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്.